അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഫനഹ്നു അഹബ്ബു ബിമൂസ വഇദാ കാന അനബിനു മുഖ്ബില സുന്ദ യൗമൻ തസിഅ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളെക്കാളും മൂസ നബിയോട് ഏറ്റവും കടപ്പാടുള്ളത് അത് ഞാനാ. നിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ കടപ്പാട് എനിക്കാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അത് സംസാരിക്കുന്നത് രാവിലെയാണ്, പ്രഭാതത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ജൂതന്മാരോടുമായി ഇതിന്റെ ചർച്ച നടത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അന്നത്തെ ദിവസം അവിടെ നിന്ന് നോമ്പെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ മൂസ നബിയോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഞാനാണ് നിങ്ങളെക്കാളും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നോമ്പാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു. അവരങ്ങനെ നോമ്പെടുത്തു. ആ ദിവസം നോമ്പെടുത്തു, അന്നത്തെ ദിവസം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മളും ജൂതന്മാരും തമ്മിലതേ രണ്ടുപേരും യോജിപ്പ് വരുമല്ലോ, അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈദാ കാന മിൻഹും ഖബീല സുന്ദ യൗമൻ തസിഅ. ഞാനതേ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ ഞാനതേ ആശുറാന്റെ നോമ്പും അതേപോലെ മുഹറം 9ന്റെ നോമ്പും ഞാൻ എടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നോമ്പ് പിടിച്ചു മുഹറം 10-ന്, നോമ്പ് പിടിക്കാൻ വേണ്ടി കൽപ്പിച്ചു മുഹറം 9-ന്. അതുകൊണ്ട് ഞാനും നിങ്ങൾ മുഹറം 10ഉം 9ഉം നോമ്പെടുക്കണം. ചില പണ്ഡിതന്മാരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരെ 9ഉം 10ഉം 11ഉം നോമ്പ് പിടിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. മുഹറം 9 തൊട്ട് 1 തൊട്ട് 11 വരെ നോമ്പെടുത്ത മഹാന്മാരെ കാണാൻ ചരിത്രത്തിലും അതേപോലെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുഹറം 10ന്റെ നോമ്പെടുക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾക്കുള്ള പ്രതിഫലം എത്രയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മുഹറം 10ന്റെ നോമ്പെടുത്താൽ കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തിന്റെ പാപം അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തിന്റെ പാവം എനിക്ക് പുറത്തു കൊടുക്കും. ഇല്ലെങ്കിൽ വേറെ ഹദീസിൽ കാണാൻ കഴിഞ്ഞു, കഫാറത്തിന്റെ സ്ഥാനത്ത് ഒരു വർഷത്തിന്റെ പാവം എനിക്ക് പുറത്തു കൊടുക്കും. ഏതായാലും ഒരു കൊല്ലത്തെ പാവം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുക, ഖതബല്ലാഹു ബിഇബാദതി 60 സന. ആശുറാന്റെ ദിവസം നോമ്പെടുത്ത മനുഷ്യ, നിനക്കുള്ള പ്രതിഫലം എന്തെന്നറിയോ? രണ്ടാമത്തെ പ്രതിഫലം 60 സന, 60 കൊല്ലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ആശുറാന്റെ ദിവസത്തിലെ നീ നോമ്പെടുത്താൽ കിട്ടുന്നതെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. 60 കൊല്ലം നോമ്പ്, 60 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. രാത്രി മുഴുവനും നിസ്കരിച്ചു, പകൽ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്ത മനുഷ്യന്റെ പ്രതിഫലം 60 കൊല്ലം ചെയ്ത പ്രതിഫലം, ഇടമുറിയാതെ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹജ്ജ് വൽ ഉംറത 70 മർറ. 70 ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ദിവസം ഏതാണ്? ആ ദിവസം വരുന്ന ചൊവ്വയും ബുധനുമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ നോമ്പിനെ എടുക്കണം. ഈ 3 പ്രതിഫലങ്ങളും നമ്മൾ കരസ്ഥമാക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ കൊണ്ടെടുപ്പിക്കണം, നമ്മുടെ ഭാര്യയെ കൊണ്ടെടുപ്പിക്കണം, വീട്ടിൽ കഴിയുന്നവരെ എല്ലാവരെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ, നോമ്പെടുക്കുകയും ആ നോമ്പിന്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും നിങ്ങൾ അവിടെ നിന്ന് തുനിയണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ആ ദിവസത്തിനെ പറ്റിയിട്ട് പറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ വസഅല നഫ്സിഹി വ അഹ്ലിഹി യൗമൽ അശ്റ.
ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടല്ലോ ആശൂറാവിന്റെ ദിവസം, അതായത് മുഹറം 10ന്റെ ദിവസം അവന്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ, വിശാലത എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ, നിങ്ങൾ ഡ്രസ്സിന് വിശാലത ചെയ്തു കൊടുത്താൽ, സമ്പത്തിന് നിങ്ങൾ വിശാലത ചെയ്തു കൊടുത്താൽ, നിങ്ങൾക്കുണ്ടല്ലോ കിട്ടുന്ന പ്രതിഫലം എന്താ? വരുന്നതായ വർഷങ്ങളില് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സമ്പൽ സമൃദ്ധിയാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി അതേ ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നിങ്ങൾ കുടുംബത്തിന് ആശൂറാന്റെ ദിവസം, മുഹറം 10ന്റെ ദിവസം നല്ലതുപോലെ പോയി ഇറച്ചി വാങ്ങാൻ കഴിയുന്നവർ, ചിക്കനെങ്കിൽ ചിക്കൻ, മട്ടനെങ്കിൽ മട്ടൻ, ബീഫെങ്കിൽ ബീഫ് നല്ലതുപോലെ മേടിച്ച് നിങ്ങളുടെ മക്കളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയിരുത്തി ആ ദിവസം, നോമ്പിന്റെ ദിവസം അവർക്ക് നല്ലതുപോലെ സൽക്കാരം ഒരുക്കി കൊടുത്താൽ വരാൻ പോകുന്ന വർഷം നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ മക്കളും ഭാര്യയും ചോദിക്കും, എന്തേ ഇക്ക, ഇല്ലെങ്കിൽ വാപ്പ ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വിശാലമാക്കി ഭക്ഷണങ്ങളൊക്കെ നല്ല റാഹത്താക്കി തരാനുള്ള കാരണമെന്തെന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം? മക്കളും പഠിക്കണം, ഭാര്യയും പഠിക്കണം. നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ മക്കളും ഭാര്യയും ഇത് തുടർന്നു കൊണ്ടേയിരിക്കണം, അവരെ പഠിപ്പിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടുത്ത് വിളിച്ചിരുത്തണം. എന്നിട്ട് നിങ്ങൾ അവരോട് ആ മക്കളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ നല്ല കാര്യം ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും വരുന്ന ചൊവ്വയും നിങ്ങളോട് പറയുകയാണ്, ആ നോമ്പിന്റെ നിയ്യത്ത് മുഹറം മാസത്തിലെ 9 ഇല്ലെങ്കിൽ താസുആന്റെ നോമ്പ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. 10 ആണെങ്കിൽ ഞാൻ മുഹറം മാസത്തിലെ 10ന്റെ നോമ്പ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. സുന്നത്ത് നോമ്പ് അങ്ങനെ നിയ്യത്ത് വെക്കുക. ഇനി റമദാനിൽ ഏതെങ്കിലും മനുഷ്യന്മാർക്ക് നോമ്പ് ഖളാ പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി വെക്കണം. ആ റമദാന്റെ നോമ്പ് കൂടി പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. പകലിൽ നിയ്യത്ത് വെച്ചാൽ ശരിയാവുകയില്ല, റമദാന്റെ നോമ്പ് അവർക്ക് സാധ്യമാവുകയില്ല. അങ്ങനെ റമദാന്റെ നോമ്പ് കൂടെ പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഖളാ വീട്ടുന്ന ആഗ്രഹമുള്ളവർ രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ, ഇല്ലെങ്കിൽ അത്താഴ സമയത്ത് തന്നെ അവരെന്ത് ചെയ്യണം? അവര് റമദാനിൽ ഖളാ പോയ നോമ്പിനെ ഈ നോമ്പിൽ കൂടി ഞാൻ ഖളാ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെച്ച് 9ന്റെ നോമ്പ് ഞാൻ പിടിക്കുന്നു, 10ന്റെ നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്ത് സ്വർഗ്ഗത്തിൽ ഹബീബായ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ.